ഓക്കെ, ജനറൽ അവയർനെസ് പാർട്ട് 4. ജനറൽ അവയർനെസ് പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ അവയർനെസ് പാർട്ട് 4 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്ന CHSL ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് അനാലിസിസ് ആണ്. CHSL ആണെങ്കിലും നമുക്ക് റെയിൽവേയിലോ സ്റ്റേറ്റ് PSCസിനോ ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സ്റ്റേറ്റ് PSCക്ക് ചാൻസ് കുറവാണ് കേരള PSCമാരുള്ള എക്സാമുകൾക്ക്. എന്നാലും ചെറിയ ചെറിയ ടോപ്പിക്സസ് ഇതിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, CH19 കോവിഡിന് ശേഷം ഉണ്ടായ ഷിഫ്റ്റുമായി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ദ ലോക്സഭ മസ്റ്റ് ഹാവ് എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ? സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കേഴ്സും ലോക്സഭയിൽ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആർട്ടിക്കിൾ? 193 ആണ്. ആർട്ടിക്കിൾ 93 ആണ്. സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭയിൽ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 93 ആണ്. ഓക്കെ, ആരാണ് ഇപ്പോഴത്തെ സ്പീക്കർ, ആരാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളത് പുട്ട് ഇൻ കമൻറ്റ് എന്നാണ്. ഇനി മെയിനായിട്ട് ഇതിൻ്റെ ഡിസ്കഷൻ. ഡെപ്യൂട്ടി സ്പീക്കർ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആരാണ്? ഹരിവംശ നാരായണ സിംഗ് ആണ്. അതേപോലെ സ്പീക്കർ ആരാ? സ്പീക്കർ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റ് ആരാ? വെങ്കയ്യ നായിഡു. ഓക്കെ, ലോക്സഭയിലെ സ്പീക്കർ ആരാണ്? ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർള. രാജ്യസഭയിലെ സ്പീക്കറിനെ പറയുന്ന പേരാണ് വൈസ് പ്രസിഡൻറ്റ്. അത് വെങ്കയ്യ നായിഡു ആണ്. ഓക്കെ, വെങ്കയ്യ നായിഡു. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് നോക്കാം. ലോക്സഭയിലെ സ്പീക്കറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നോക്കാം. ഓക്കെ, ആർട്ടിക്കിൾ നേരത്തെ മെൻഷൻ ചെയ്ത് 93 എന്ന് പറഞ്ഞാൽ എന്താ? സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താ? ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? പീപ്പിൾ എന്നാണ്. അപ്പോൾ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ലോക്സഭ എന്ന് പറയും. ലോക്സഭയിൽ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി പറഞ്ഞത് 93 ആർട്ടിക്കിൾ 93 ആണ്. ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആൻഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്. സ്പീക്കർ ഉണ്ട് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 94 എന്താ? ആർട്ടിക്കിൾ 94 വെക്കേഷൻ ആൻഡ് റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം ഓഫീസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറിനെയും റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റെസിഗ്നേഷനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഏത്? ആർട്ടിക്കിൾ 94. ആർട്ടിക്കിൾ 94 റിസൈൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, റെസിഗ്നേഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫീസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ആർട്ടിക്കിൾ 95. ആർട്ടിക്കിൾ 95 എന്താണ്? ആർട്ടിക്കിൾ 95 പവർ ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ആൻഡ് അതർ സ്പീക്കർ ടു പെർഫോം ഡ്യൂട്ടി ഓഫ് ഓഫീസ് ആക്ട് ആസ് എ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറാവുക എന്താണ്? ആബ്സെൻസ് ഓഫ് സ്പീക്കറിൻ്റെ അവസ്ഥയിൽ അഥവാ റെസിഗ്നേഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് സ്പീക്കറാവുക. അതാണ് ആർട്ടിക്കിൾ 95. ആർട്ടിക്കിൾ 94 93 സ്പീക്കർ ഉണ്ട്. 94 റെസിഗ്നേഷൻ ആൻഡ് ഇംപീച്ച്മെൻറ്റ് അഥവാ റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം. അതേപോലെ 95 എന്ന് പറയുന്നത് എന്താണ്? ഡെപ്യൂട്ടി സ്പീക്കറാവുക. എങ്ങനെ വെച്ചാൽ ആബ്സെൻസ് ഓഫ് സ്പീക്കർ. ആരാണ്? സ്പീക്കർ. ലോക്സഭയിലെ സ്പീക്കർ ഇല്ലാത്തതിൻ്റെ പ്രസൻസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫീസ് ഡ്യൂട്ടിയിലാവുക, ആക്ട് ആസ് എ സ്പീക്കർ. 96 എന്താണ്? ആർട്ടിക്കിൾ 96 എന്താ? ആർട്ടിക്കിൾ 96 ദ ഡെപ്യൂട്ടി സ്പീക്കർ നോട്ട് പ്രിസൈഡ് വൈൽ ദ റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ഓഫ് ഓഫീസ് അണ്ടർ കൺസിഡറേഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 97 എന്താ? ആർട്ടിക്കിൾ 97 ആർട്ടിക്കിൾ 97 എന്താണ്? 97 സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ആൻഡ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, ചെയർമാനും അതേപോലെ
ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ്റെയൊക്കെ സാലറി മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 97 ആണ്. ആർട്ടിക്കിൾ 97 ആണ്. ഓക്കെ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏത് ഷെഡ്യൂളിലാണ് സാലറി ആൻഡ് അലവൻസസിനെ പറ്റി പറയുന്നത് എന്നുള്ള ഷെഡ്യൂൾസ് ഹോംവർക്കാണ്. ഓക്കെ, ആർട്ടിക്കിൾ 100 എന്ന് പറയുന്നത് ഏതാ? ആർട്ടിക്കിൾ 100 എന്താ? ആർട്ടിക്കിൾ 100 ആണ് വോട്ടിംഗ് ഇൻ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. വോട്ടിംഗ് ഇൻ ഹൗസ് പാർലമെൻറ്റ് ഹൗസ് ടു ആക്ട് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് വേക്കൻസി ആൻഡ് ക്വാറം എന്നുള്ളതാണ്. 100 എന്താണ്? ക്വാറം എന്ന് പറഞ്ഞാൽ 1/10 വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 1/10 ആൾക്കാരുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. 10% എന്നെടുത്താൽ മതി. വോട്ടിംഗ് ഇൻ ഹൗസ്, പവർ ഓഫ് ഹൗസ് ടു ആക്ട് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് വേക്കൻസി ആൻഡ് ക്വാറം എന്നാണ്. ആർട്ടിക്കിൾ 85. ആർട്ടിക്കിൾ 85 എന്താ? സെക്ഷൻ ഓഫ് പാർലമെൻറ്റ് പ്രൊറോഗ് ആൻഡ് ഡെസൊല്യൂഷൻ. പ്രൊറോഗ് ആൻഡ് ഡെസൊല്യൂഷൻ്റെ പറ്റിയിട്ടാണ്. പാർലമെൻറ്റ് സെക്ഷന് പ്രൊറോഗ് ചെയ്യുക, ഡെസൊല്യൂഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 85. ഓക്കെ, അതാഷി ഇൻ ചിന്നാർ, ഫ്ലെയിം ഓഫ് ചിന്നാർ എന്നുള്ളത് ആരുടെ ബുക്കാണ്? ഫ്ലെയിം ഓഫ് ചിന്നാർ എന്നറിയുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ് ഫ്ലെയിം ഓഫ് ചിന്നാർ, അതല്ലെങ്കിൽ അതാഷി ഐ ചിന്നാർ. വായന ശരിയാവണം നിർബന്ധമൊന്നുമില്ല, ബട്ട് സ്ക്രീനിൽ എഴുതിയത് കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഫ്ലെയിം ഓഫ് ചിന്നാർ ആരുടെ ബുക്കാണ്? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള. ഷെയ്ഖ് അബ്ദുള്ള എന്നുള്ള പേര് നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്നുണ്ട്. ഏതാ? കാശ്മീറുമായി ബന്ധപ്പെട്ട കാശ്മീരത്തെ ആളാണ്. കാശ്മീരി ലയൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള എന്ന് പറയുന്നത്. ഓക്കെ, ഷെയ്ഖ് അബ്ദുള്ള എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കാശ്മീരുമായി ബന്ധപ്പെട്ട് 2 ആർട്ടിക്കിൾ ഉണ്ട്. ഇതെല്ലാവർക്കും അറിയണതാണ്, ഇത് രണ്ടാമത് പറയേണ്ട കാര്യമില്ല. 370 ആർട്ടിക്കിൾ 35A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട് കാശ്മീരുമായി ബന്ധപ്പെട്ട്. ഇതിൽ 330 പറയുന്നത് ഏതാണ്? നമുക്ക് പണ്ട് ഇപ്പോൾ അത് അബോളിഷ് ചെയ്തു എന്നല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചത്തമാരി നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. അബോളിഷ് ചെയ്യാനൊന്നും പറ്റില്ല, വേറെ കാര്യം. ഇപ്പം അതിനെ കൊണ്ട് യൂസ്ലെസ് ആക്കി അസാധുവാക്കിയിട്ടുണ്ട്. സാധനമുണ്ട്, പക്ഷേ അത് അസാധുവാണ് സാധനം. 35A എന്ന് പറയുന്നത്. ഓക്കെ, 370 ഒരു സ്പെഷ്യൽ ജമ്മു കാശ്മീരിലെ കിങ് ആരായിരുന്നു? ഏതാണ്? ജമ്മു കാശ്മീരിലെ ഭാഷ ഏതാ? ഉറുദു ആണ്. ഉറുദു ഭാഷ. അതേപോലെ ജമ്മു കാശ്മീരിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമാണ്, ജമ്മു കാശ്മീർ ഡോഗ്രകളെ ഹരിസേനേൻ്റെ കയ്യിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഡോഗ്രകളാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അതിന് മെയിനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള, ഷെയ്ഖ് അബ്ദുള്ള എന്നൊക്കെ പറയും. ഷെയ്ഖ് അബ്ദുള്ളേൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ. ഓക്കെ, ഷെയ്ഖ് അബ്ദുള്ളേനെ വിളിക്കുന്നത് കാശ്മീർ എന്നറിയപ്പെടുന്ന ലയൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുള്ള. ഏതാണ്? അബ്ദുള്ള വാസ് ദ ഫൗണ്ടിങ് ലീഡർ ജമ്മു കാശ്മീർ മുസ്ലിം കോൺഫറൻസ്, റീനെയിംഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ്. ഫസ്റ്റ് elected Prime Minister of Jammu Kashmir. Prime Minister of Jammu Kashmir after the accession of India. ഇന്ത്യയിലേക്ക് ചേർന്നതിന് ശേഷം ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ആണ് ഷെയ്ഖ് അബ്ദുള്ളേൻ്റെ ഇമ്പോർട്ടൻ്റ് ബുക്സസ് ആണ് ഫ്ലെയിംസ് ഓഫ് ചിന്നാർ, ക്വസ്റ്റ്യനിൽ കണ്ടത്. പേഴ്സണാലിറ്റി ബിഹൈൻഡ് ഓപ്പറേഷൻ, ബ്ലേസിംഗ് ചിന്നാർ എന്ന് പറയുന്നത് ചിന്നാർ എന്നുള്ള സാധനങ്ങൾ ഫുള്ള് ഇയാൾ തേക്കും. ഫ്ലെയിം ഓഫ് ചിന്നാർ, പേഴ്സൺ ബിഹൈൻഡ് ഓപ്പറേഷൻ ചിന്നാർ ആൻഡ് ബ്ലേസിംഗ് ചിന്നാർ എന്താ? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയുടെ ബുക്സസ് ആണ്. ഇനി അബ്ദുൽ കലാം, അടുത്ത ഓപ്ഷനിലുള്ളൊരു പേഴ്സൺ അബ്ദുൽ കലാമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അബ്ദുൽ കലാം 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്.
11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. 2002 ടു 2007 വരെയാണ്. 2002 ടു 2007 വരെ അബ്ദുൽ കലാം ആയിരുന്നത്. 11th പ്രസിഡന്റ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡിപ്ലോയിഡ് ഇൻ രോഹിണി. ഇയാളുടെ കാലഘട്ടത്തിലാണ് രോഹിണി രോഹിണി നമ്മൾ ഓർബിറ്ററിലേക്ക് എത്തിച്ചത്. അതേപോലെ തന്നെ പോളാർ സാറ്റലൈറ്റ് വെഹിക്കിൾ PSLVൻ്റെ ഫുൾ ഫോം എന്താ? പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. ഓക്കെ ഉണ്ടാക്കിയത് കലാമിൻ്റെ കാലം. പിന്നെ മിസൈൽ മാൻ എന്ന് പറയുന്നത് ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന മിസൈൽ മാൻ എന്ന് പറയുന്നത് അബ്ദുൽ കലാമിനെ പറ്റിയിട്ടാണ്. ഓക്കെ ഒന്നും കൂടി ഉള്ളൂ. പിന്നെ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ടെക്നോളജീൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ ഫസ്റ്റ് സാറ്റലൈറ്റ് സോവിയറ്റ് യൂണിയനിൽ നിന്നിട്ടാണ് വിട്ടത്. സോവിയറ്റ് യൂണിയൻ 19 ഏപ്രിൽ 1975 വെച്ചിരുന്നത്. പിന്നെ രോഹിണി 1980 രോഹിണി വിട്ടത്. ഓർബിറ്റലിലേക്ക് എത്തിച്ചത്. ഫസ്റ്റ് സാറ്റലൈറ്റ് ബി പ്ലേസ്ഡ് ഇൻ ദ ഓർബിറ്റ് ബൈ ഇന്ത്യൻ സാറ്റലൈറ്റ് വെഹിക്കിൾ SLV 3 വിട്ടത്. മുംബൈയിലും 1975 ആണ് സോവിയറ്റ് യൂണിയനിലാണ് ആര്യഭട്ട. അബ്ദുൽ കലാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ബുക്കാണ് വിങ്സ് ഓഫ് ഫയർ ഉണ്ടോ? ഈ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? കാർഗിൽ വാറിൻ്റെ വേറെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഓക്കെ ഓപ്പറേഷൻ വിജയ്. പിന്നെ ഇന്ത്യ 20 എഴുതിയിരിക്കുന്ന ഇന്ത്യ 20 അബ്ദുൽ കലാം എഴുതിയിരിക്കുന്നതാണ്. ഇഗ്നൈറ്റിംഗ് മൈൻഡ് അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്. അതേപോലെ ടേണിംഗ് പോയിന്റ് ആരതാണ്? അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ് ടേണിംഗ് പോയിന്റ്. യു ആർ ബോൺ ടു ബ്ലോസം എന്നുള്ള ബുക്കായിരുന്നു അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ്. ഇൻസ്പയറിംഗ് തോട്ട് ആരതാണ്? അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ്. ട്രാൻസിയൻസ് എന്നുള്ള ബുക്കായിരുന്നു അബ്ദുൽ കലാമിൻ്റെയാണ്. ടാർഗറ്റ് 3 ബില്യൺ ആരുടെ ബുക്കാണ്? അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ്. ടാർഗറ്റ് 3 ബില്യൺ. അപ്പോൾ ബുക്സസ് ഒന്നും കൂടി നോക്കാം. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ഇഗ്നൈറ്റിംഗ് മൈൻഡ് ആൻഡ് ടേണിംഗ് പോയിന്റ്. അതേപോലെ യു ആർ ബോൺ ടു ബ്ലോസം ഉള്ളത് അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ്. ഇൻസ്പയറിംഗ് തോട്ട് അബ്ദുൽ കലാമിൻ്റെ. ടാർഗറ്റ് 3 ബില്യൺ അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ്. ഇനി ബൂട്ടോ ആണ്. ഈ ഓപ്ഷനിൽ കണ്ട വേറെ പേഴ്സണാലിറ്റിയാണ് ബൂട്ടോ. ബെൻസീർ ബൂട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീർ ബൂട്ടോ become the first female minister in Muslim majority country as well as Pakistan's second nationally elected prime minister ആണ്. അലി ബൂട്ടോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എവിടെ? സുൽഫിക്കറി ബ്യൂട്ടോൻ്റെ മകളാണിത്. പ്രസിഡന്റ് സെക്കൻഡ് നാഷണലി എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഇൻ എ മുസ്ലിം മെജോറിറ്റി കൺട്രി ആസ് വെൽ ആസ് പാകിസ്ഥാൻസ് സെക്കൻഡ് നാഷണലി എലക്റ്റഡ് മിനിസ്റ്റർ എന്ന് പറയാം. ഇവരുടെ ബുക്സസ് ആണ് വൈദർ പാകിസ്ഥാൻ. അതേപോലെ ഡോട്ടർ ഓഫ് ദ ഈസ്റ്റ് മേരി അർപ്പിത് എന്നുള്ള ബുക്ക്. പാകിസ്ഥാൻ ദ ഗാദറിംഗ്. പാകിസ്ഥാൻ ദ ഗാദറിംഗ്. അതേപോലെ റീകൺസിലേഷൻ ഇസ്ലാം എന്നുള്ള റീകൺസിലേഷൻ എന്നുള്ള ബുക്കും ബെൻസിരി ബ്യൂട്ടോ ആണ്. സുൽഫിക്കറി ബ്യൂട്ടോ എന്നുള്ളതൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മുഹമ്മദ് ഹയദുള്ള എന്ന് പറയുന്ന ആരാണ്? ഫസ്റ്റ് മുസ്ലിം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് മുഹമ്മദ് ഹയദുള്ള എന്ന് പറയുന്നത്. വാസ് ബോൺ ഇൻ ദ 17th ഡിസംബർ. നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് കാലഘട്ടത്തിലാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്? 1970 വരെയാണ്. 1968 മുതൽ 1970 വരെയായിരുന്നു
മുഹമ്മദ് ഇതായിരുന്നത്. മുഹമ്മദ് ഹയദുള്ളയുടെ ബുക്സസ് ഏതൊക്കെയാണ്? മിസ്ലേനിയ ദ പിക്ക് ഓഫ് ദ ഫോർ എന്നുള്ളത്, മിസ്ലേനിയ ദ പിക്ക് ഓഫ് ദ ഫോർ എന്നുള്ളതും, അതേപോലെ മൈ ഓൺ ബോസ്വെൽ. ഈ ഫുൾ പേര് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട, ബാക്കിയുള്ളതൊക്കെ ഓപ്ഷനിൽ നോക്കിയിട്ട് ടിക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ. ദ ജഡ്ജസ് മെസലേനി എന്നൊക്കെ ഉള്ളത് ഇവരുടെ ബുക്കാണ് ഹയദുള്ളയുടെ. ഓക്കെ. മിസ്ലേനിയ ദ പിക്ക് ഓഫ് ഫോർ ജഡ്ജസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ഇന്ത്യ, കവർ 10% ഓഫ് കൺട്രി ഏരിയ. 10% കൺട്രി ഏരിയ കവർ ചെയ്യുന്ന റിവർ ഏതാണ് ഇന്ത്യയിൽ? ഗോദാവരി ആണ്. അപ്പോൾ ഗോദാവരിനെ പറ്റി പറയുമ്പോൾ ഗോദാവരീൻ്റെ പറ്റി പറയുമ്പോൾ ത്രയംബകേശ്വരയിൽ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് എത്തും. ത്രയംബകേശ്വര, നാസിക് ഒക്കെ ഗോദാവരിയുടെ അണ്ടറിലാണ്. മെയിൻ ട്രിബ്യൂട്ടറീസസ് ഏതൊക്കെയാണ്? ബംഗ്ന, കവാദ, പൂർണ്ണ, സാംബായി, ഇന്ദ്രാവതി ഏതിൻ്റെ അണ്ടറിലാണ്? ഇന്ദ്രാവതി പ്രാണഹിതയുടെ, ഇന്ദ്രാവതിയൊക്കെ ഗോദാവരീൻ്റെ അണ്ടറിലാണ്. അതേപോലെ മിഞ്ചാർ റിവർ, അതേപോലെ പർവ റിവർ, സിന്ദാഫാൻ റിവർ ഒക്കെ അണ്ടറിലാണ്. അടുത്ത കൃഷ്ണ റിവർ എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? മഹാബലേശ്വറിലാണ്. മഹാബലേശ്വറിൽ നിന്നിട്ടാണ് കൃഷ്ണ റിവർ ഒഴുകുന്നത്. ട്രിബ്യൂട്ടറീസസ് ഏതൊക്കെയാണ്? മലപ്രഭ റിവർ, തുംഗഭദ്ര റിവർ ആൻഡ് മൂഷി റിവർ ഒക്കെ ഏതിൻ്റെ അണ്ടറില? കൃഷ്ണേൻ്റെ അണ്ടറില. മൂഷി റിവർ ഓക്കെയാണ്. മൂഷി റിവർ തുംഗഭദ്രേൻ്റെ അടുത്താണ്. തുംഗഭദ്രേൻ്റെയും കൃഷ്ണേൻ്റെ അടുത്താണ് നമ്മളെ വിജയനഗര എംപയർ ഉള്ളത് കേട്ടോ. ഓക്കെ. മഹാനദി റിവറിനെ പറ്റി പറയുമ്പോൾ സൈഹാവ മൗണ്ടെയിൻസ് ഇൻ ഛത്തീസ്ഗഡ് എന്നാണ്. സൈഹാവ മൗണ്ടെയിൻ ഇൻ ഛത്തീസ്ഗഡിൽ നിന്നിട്ടാണ് വരുന്നത്. ട്രിബ്യൂട്ടറി മാണ്ട്, ഇബ്, ഹസോഡിയോ ആൻഡ് സോനാനാഥ്, ഹോങ്, പറി, ജാങ്, ഹെലൻ എന്നിവയാണ്. ഓക്കെ. പിന്നെ നർമ്മദ റിവർ. ഓക്കെ. നമ്മളെ മഹാനദിയിൽ ഒരു ഡാം ഉണ്ട്. ആ ഡാമിൻ്റെ പേരെന്താണ് എന്നുള്ള? ഹിരാക്കുണ്ട് ഡാം മഹാനദിയാണ്. ഓക്കെ. ഹിരാക്കുണ്ട് ഡാം. പിന്നെ നർമ്മദയെ പറ്റി പറയുമ്പോൾ അമർകണ്ടകിലാണ് ഒറിജിൻ. സ്റ്റേറ്റിലൂടെ പോകുന്നുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പിന്നെ ഗൾഫ് ഓഫ് കാംബെ അത് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. നർമ്മദ വിന്ധ്യ സത്പുരയുടെ ഇടയിൽ കൂടെ പോകുന്ന ഒരു റിവറാണ് നർമ്മദ റിവർ. 5th ലാർജസ്റ്റ് റിവറാണ്. ഗുജറാത്തിലാണ് മെയിനായിട്ട്. ഒരുപാട് ട്രിബ്യൂട്ടറീസസ് ഉണ്ട്. ഇത്രയും വലിയ റിവറല്ലേ, അപ്പോൾ ഉണ്ടാവും. നമുക്ക് അതിൽ പറയാം. ഓക്കെ. ഇതൊക്കെയാണ് അതിൻ്റെ ചോട്ടാ താവ, അതേപോലെ ദൂതി റിവർ, തവ റിവർ, അതേപോലെ ഗജ്ജാൾ റിവർ ഒക്കെ ഉണ്ട് ഇതിൽ. റൈറ്റ് വിങ് നോക്കുമ്പോൾ ഇവിടെ കോലാർ റിവർ, അതേപോലെ മാൻ റിവർ, ഉറി റിവർ ഒക്കെ അതിലുണ്ട്. ഇഫ് ഇറ്റ് പോസിബിൾ ഇത് പഠിക്കാൻ നോക്കുക. ഏതാണ് ഇതിൻ്റെ ട്രിബ്യൂട്ടറീസസ് ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. ഓക്കെ. In a computer, which unit is responsible for processing data and also called electronic brain of computer? Electronic brain of computer എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇലക്ട്രോണിക് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. What is the range of intensity scale used in measuring earthquakes? Earthquakeൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻറ്റൻസിറ്റി സ്കെയിൽ എന്നുള്ളതാണ്. ഇൻറ്റൻസിറ്റി സ്കെയിലാണ്. ഇൻറ്റൻസിറ്റി സ്കെയിൽ എത്രയാണ്? 1 to 12 വരെയാണ്. 1 to 12 വരെയാണ് ഇൻറ്റൻസിറ്റി സ്കെയിൽ പ്രകാരം എർത്ത് ക്വേക്കിൻ്റെ റേഞ്ച് മെഷർ ചെയ്യുന്നത്.
1 to 12. നമുക്ക് ഇതിൻ്റെ എർത്തുക്വേക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ച്വൽ ടൈപ്സസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് അല്ല, ഫാക്ട്സുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടൈപ്സ് ഓഫ് എർത്തുക്വേക്സ്. ടാക്ടോണിക് എർത്തുക്വേക്സ് എന്ന് പറഞ്ഞാൽ ടാക്ടോണിക് എർത്തുക്വേക്സ്, the most common form of earthquake caused by moment of loose fragmented piece of earth crust known as fragmented piece ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. എന്താണ് പറയുക, മൂവ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഫലകങ്ങളിൽ തമ്മിലുള്ള കാരണം മൂവ്മെൻറ്റ് കാരണം ഫലകങ്ങൾ അഥവാ ഫലകങ്ങൾ എന്ന് പറയും, ഒരു എന്താണ് തമ്മിലുള്ള മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എർത്തുക്വേക്സസ്. വോൾക്കാനോ വഴി ഉണ്ടാകുന്ന എർത്തുക്വേക്ക് ഉണ്ട്. കൊളാപ്സ് എർത്തുക്വേക്ക് അണ്ടർ ഇത് മൈനിങ് പ്രകാരം ഉണ്ടാകുന്നതാണ് കൊളാപ്സ് എർത്തുക്വേക്സ്. മൈനിങ് ഉണ്ടാകുമ്പോഴുള്ള എർത്തുക്വേക്ക്, ന്യൂക്ലിയർ ബോംബുകളും അതേപോലുള്ള സാധനങ്ങളും എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എർത്തുക്വേക്സ് ആണ് എക്സ്പ്ലോഷൻ എർത്തുക്വേക്ക്. അപ്പോൾ എത്ര ഉണ്ട്, ഭൂമിക്കുലുക്കം ഉണ്ടാവില്ലേ ടാക്ടോണിക്, അങ്ങനത്തെ ഒരു എർത്തുക്വേക്സ് ഉണ്ട്. അതേപോലെ വോൾക്കാനിക് ആയിട്ടുള്ള എർത്തുക്വേക്സസ് ഉണ്ട്. മൈനിങ് കാരണം, അണ്ടർഗ്രൗണ്ട് മൈനിങ് കാരണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ എക്സ്പ്ലോഷൻ എർത്തുക്വേക്സസ് ഉണ്ട്. ഓക്കെ, ഇതാണ്. പിന്നെ അടുത്ത് ബോഡി വേവ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ബോഡി വേവ്സസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സസ് ഉണ്ട്. പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ, ഇപ്പോൾ സൗണ്ട് പോണമായിരിക്കും, ഇങ്ങനെ കംപ്രഷനായിട്ട് പോണതാണ്, സൗണ്ട് മാറി പോകുന്നതാണ്. ഓക്കെ, സൗണ്ട് മാറി കണ്ടോ, ഈ സൗണ്ട് മാറി ഇങ്ങനെ കംപ്രസ് ചെയ്ത് എയറിന് കംപ്രസ് ചെയ്ത് മാറി ഇങ്ങനെ പോകുന്നതാണ് പി ടൈപ്പ് എന്ന് പറയുന്നത്. എസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാ വേവ് പോണാണ് എസ് ടൈപ്പ് വേവ്സസ് എന്ന് പറയുന്നത്. രണ്ടും ആണ്. ഓക്കെ, പിന്നെ മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. മെഷർമെൻ്റാണ് നമ്മൾ നേരെ ഇതാക്കി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇൻറ്റൻസിറ്റി സ്കെയിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി സ്കെയിലാണെങ്കിൽ എത്ര വേണ്ടത് വരെയാണ്. മാഗ്നിറ്റ്യൂഡ് സ്കെയിലായിട്ട് എത്ര വേണ്ടത്, റിച്ചാർഡ് സ്കെയിൽ എന്ന് പറയും. മാഗ്നിറ്റ്യൂഡ് സ്കെയിലായിട്ട് വേണ്ടത് 10. The earthquake event or scale according to the magnitude or intensity shocks. Yes, correct. Magnitude scale is known as Richard scale. എന്ന് പറയുന്നത് എത്രയാണ്, മാഗ്നിറ്റ്യൂഡ്. The magnitude rate to energy released during the earthquake is expressed absolute number. Energy release ആണ് റിച്ചാർഡ് സ്കെയിൽ ഇതാക്കുന്നത്. Energy released during the earthquake. Intensity or Mercalli scale എന്ന് പറയുന്നത് എന്താ, ടേക്ക് എ കോസ്ഡ് ബൈ ഇവന്റ്. ഡാമേജിൻ്റെ ബേസിസിലാണ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത്. 11 to 12 വരെയാണ്. 11 ബൈ ദ ഇവന്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വേറെ കേസസിലാണ് നമ്മൾ കുറേ സോണുകളായിട്ട്, സിസ്മിക് സോൺസസ് ആയിട്ട് ഡിസാസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സോൺ 2, സോൺ 3, സോൺ 4, സോൺ 5 എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതിൽ സോൺ 1 എന്ന് പറഞ്ഞാൽ എന്താ, ലോ ഇൻറ്റൻസിറ്റി സോൺസസ് ആണ്. സോൺ 2 എന്ന് പറയുന്നത് അത് 40 to 9.3% ഓഫ് കൺട്രി, നമ്മുടെ ഇന്ത്യൻ്റെ കേസസിൽ പറയണം 40.93% ഏരിയ ഓഫ് ദ കൺട്രീസസ് ആണ്. മെയിനായിട്ട് കർണാടക പ്ലാറ്റ്യൂസസിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതുള്ളത്. സോൺ 2. സോൺ 3 എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് സോൺസസ് ആണ്. 30.79% കൺട്രീസസിലാണ്. 30.79% കൺട്രീസസിലാണ്. അതിൽ വരുന്നതാണ് കേരള ശരിക്കും സോൺ 3ലാണ് കേട്ടോ. നമ്മളെ കേരളം വന്നിരിക്കുന്നത് സോൺ 3ലാണ്, മോഡറേറ്റ് ലെവൽ ഇൻറ്റൻസിറ്റിയാണ്. ഗോവ, ലക്ഷദ്വീപ്,
provinces remaining Uttar Pradesh and Gujarat, West Bengal, part of Punjab and Rajasthan, Bihar and Jharkhand, Chhattisgarh, Maharashtra and Odisha, Andhra Pradesh and കർണാടക. അപ്പോൾ മോഡറേറ്റ് ലെവലാണ് നമ്മളുള്ളത്. സോൺ 3 ആണ് കേരളം വരുന്നത്. 30 to 73%. സോൺ 4 എത്രയാ? സിവിയർ ഇൻറ്റൻസിറ്റി സോൺസിൽ വരുന്നത് ഏതൊക്കെയാണ്? 17.49% കൺട്രീൻ്റെ. അതിലേതൊക്കെ തന്നെ? ജമ്മു കാശ്മീർ ഉണ്ട്, ഹിമാചൽ പ്രദേശ്, ഡൽഹി ഉണ്ട്, സിക്കിം ഉണ്ട്, അതേപോലെ ഉത്തർപ്രദേശിലെ നോർത്തേൺ പാർട്ട്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഒക്കെ അതിൽ വരുന്നുണ്ട്, മഹാരാഷ്ട്ര. വെരി സിവിയർ ആയിട്ടുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട്. വെരി സിവിയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് സോൺ 5. സോൺ 5 എത്രയാണ്? വെരി സിവിയർ ആയിട്ടുള്ള പ്ലേസസ് ആണ്. 10.79 കൺട്രീസസിൽ വരുന്നുണ്ട്. ഏതൊക്കെ പാർട്ടാണ്? ജമ്മു കാശ്മീർ ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, റാൺ ഓഫ് കച്ച് ഉണ്ട്, നോർത്തേൺ ബീഹാർ ഉണ്ട്, അതേപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇമേജസ്. ഈ യെല്ലോ കാണുന്ന സാധനമാണ് മോഡറേറ്റ് റിസ്ക്. അതിലാണ് നമ്മളെ കേരളം വരുന്നുണ്ടോ? കേരളം നമ്മളെ പിന്നെ ഈ ചോപ്പ് വരുന്നത് വെരി ഹൈ റിസ്കിൽ വരുന്നതാണ് വേണ്ട ഈ ഏരിയ കംപ്ലീറ്റ്. ഗുജറാത്തിലെ നോർത്തേൺ പാർട്ടും ഇതാണ് അതിൻ്റെ ഇമേജ്. കൽബാലിയ. ഓക്കെ, ഇൻ വിച്ച് ഇയർ കൽബാലിയ folk songs and dances of Rajasthan included UNESCO representative list of intangible heritage site. In കൽബാലിയക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസിന് ലിസ്റ്റിലേക്ക്, റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റിലേക്ക് വന്ന വർഷം ഏതാ? 2010 ആണ്. 2010. കൽബാലിയ എവിടുത്തെ ഡാൻസാണ്? രാജസ്ഥാനിലെ ഡാൻസാണ്. കൽബാലിയ രാജസ്ഥാനിലെ ഡാൻസാണ് കൽബാലിയ. സാഗാദാവ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഈസ് സെലിബ്രേറ്റഡ്? സിക്കിമിൻ്റെയാണ് സാഗാദാവ എന്ന് പറയുന്നത്. സാഗാദാവ ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ എവിടുത്തെയാണ്? സിക്കിമത്തെയാണ്. സിക്കിം. അത് കുറച്ച് ഫാക്ച്വൽ ഇൻഫർമേഷനാണ്. ഇനി ഇതിലെ ഓരോ സ്റ്റേറ്റിലും നമ്മൾ കേരളത്തിനെ പറ്റി പിന്നെ ഡിസ്കസ് ചെയ്യണ്ട, നമ്മൾ കേരളത്തിലുള്ളവരനല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ 3 സ്റ്റേറ്റ്സിൻ്റെയും മേജർ ഫെസ്റ്റിവൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സിക്കിമിലെ വേറെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ദുർപാഗ തേഷി ഫെസ്റ്റിവൽ. ദുർപേക തെക്ഷി ഫെസ്റ്റിവൽ. പ്രൈസ് ടു 3 അൾട്ടിമേറ്റ് ട്രൂത്ത്സ് എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ എയിം. ദുർപാക തേക്ഷി ഫെസ്റ്റിവൽ. ഇതിൽ വായിക്കുന്ന തെറ്റും, കാരണം ഇത് സിക്കിമി ഇതിലൊക്കെ വരുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് ചില തെറ്റുകൾ ഉണ്ടാവും, ക്ഷമിക്കുക പ്ലീസ്. ഏതായാലും PPTയിൽ എഴുതിയിട്ടുണ്ട്. ഇഫ് ഇറ്റ് പോസിബിൾ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാഗാദാവ ഫെസ്റ്റിവൽ ക്വസ്റ്റ്യനിലുള്ള റിമംബറൻസ് ഓഫ് ബുദ്ധ, ലോർഡ് ബുദ്ധ. International Flower Festival create awareness about flower and plantation of the region. ഇപ്പോൾ പറഞ്ഞാൽ എന്താ? ദുർപാഗ തേക്ഷി ഫെസ്റ്റിവൽ എവിടുത്തെയാണ്? സിക്കിമത്തെയാണ്. അതേപോലെ സാഗാദാവ ഫെസ്റ്റിവൽ സിക്കിമത്തെയാണ്. അതെന്തിൻ്റെയാണ്? ഇൻ റിമംബറൻസ് ഓഫ് ബുദ്ധ. ദ പ്രൈസിങ് ഓഫ് 3 അൾട്ടിമേറ്റ് ആണ് ദുർപാഗ താക്ഷി ഫെസ്റ്റിവൽ ഏതാണ്? പ്രൈസിങ് ഓഫ് 3 അൾട്ടിമേറ്റ് ട്രൂത്ത്സ്. ഇൻ്റർനാഷണൽ ഫ്ലോറൽ ഫെസ്റ്റിവൽ ഏതാണ്? ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് വേൾഡ്. സിക്കിമിലാണ് ഇത്. ഓക്കെ, സിക്കിമിലാണ് ഇതൊക്കെ ഉള്ളത്. ഒഡീഷയിലാണ് നൗഖായി ജോഹർ ഫെസ്റ്റിവൽ. ഒഡീഷയിലെ ഫെസ്റ്റിവലാണ്. മെയിൻ എന്താ? റിമെമ്പർ ന്യൂ ക്രോപ്സ് ഓഫ് ദ സീസൺ. നൗഖായി ജോഹർ ഫെസ്റ്റിവൽ എവിടുത്തെയാണ്? ഒഡീഷയിലാണ്. ആദിവാസി മേള, ലേൺ ഒഡീഷ ട്രൈബൽ. ആദിവാസി മേള എവിടെ? ഒഡീഷയിലാണ്. അതേപോലെ ദുഹാലി കലിംഗ മഹോത്സവ് കലിംഗ മഹോത്സവ് എന്ന് പറയുന്നത് എവിടെയാണ്?
ടു പ്രസൻറ്റ് കമ്പൈനിങ് ഡാൻസ് ഓഫ് മാർഷൽ ആർട്സസ് ആൻഡ് ക്ലാസിക്കൽ ഫ്ലോക്ക് ഡാൻസസ് എന്നാണ്. ഇത് കലിംഗ എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഒഡീഷയിലാണ് കലിംഗ എന്ന് പറയുന്നത്. ദുഹാലി കലിംഗ മഹോത്സവ്. പിന്നെ ധനുജാത്ര എന്ന് പറയുന്നത് എവിടെയാണ്? ധനുജാത്ര ടു സെലിബ്രേറ്റ് എൻചാൻറ്റ്മെൻറ്റ് ഓഫ് മിത്തോളജിക്കൽ സ്റ്റോറി ഓഫ് ലോർഡ് കൃഷ്ണ ആൻഡ് ഡീമൻസ് ഓഫ് കംസ. ഓക്കെ, ധനുജാത്ര ഏത് ദൈവമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജഗന്നാഥ് പൂരി ടെമ്പിളിൽ നടക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒഡീഷയിൽ വേറൊരു സാധനമാണ് കൊണാർക്ക് ടെമ്പിൾ എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, ലോർഡ് കൃഷ്ണ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ധനുജാത്ര. രാജറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏതാണ്? ഒഡീഷയിലാണ് നടക്കുന്നത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ്. സിതാൽ സതാദി എന്ന് പറഞ്ഞത് ഈ സെലിബ്രേറ്റഡ് മാരേജ് ഓഫ് ഗോഡ് പാർവതി ആൻഡ് ശിവ. സിതാൽ സസാത്തി ഫെസ്റ്റിവൽ എവിടെയാണ്? ഒഡീഷയിലാണ്. പാർവതിയും ലോർഡ് ശിവൻ്റെയും മാരേജുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ജാർഖണ്ഡിലെ ഫെസ്റ്റിവൽസ് നോക്കുകയാണെങ്കിൽ ഹല പുണ്യ ഇത് ഇമ്പോർട്ടൻ്റ് സറാഹുൽ ഫെസ്റ്റിവൽ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അതേപോലെ ചാത് പൂജ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ബസന്ത് പഞ്ചമി എവിടെയാണ്? ജാർഖണ്ഡിലാണ്. രാം നവമി എവിടെ? ജാർഖണ്ഡിലാണ്. ഓക്കെ, വാട്ട് ഡിസീസ് ഈസ് കോസ്ഡ് ഇൻസുലിൻ ഡെഫിഷ്യൻസി? ഇത് ചോദിച്ച് തഴമ്പിച്ച സാധനമാണ്. ഇൻസുലിൻ ഏതിൻ്റെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാസ് ആണ്. ഈസ്ലെസ് ഓഫ് ലാംഗർഹാൻസസിലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുകയാണ്. ഈസ്ലെസ് ഓഫ് ലാംഗർഹാൻസ് പാൻക്രിയാസ് ആണ് സെക്രേറ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ തിരിച്ചുള്ളതാണ് ഗ്ലൂക്കഗോണിൻ്റെ ഫങ്ഷൻ. അങ്ങനെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചതാണ്. ഇല്ല, ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഇതിൽ ഓരോ ഡിസീസസും ഒരു ബ്രീഫായിട്ട് പറയാം. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിനിൽ ഉണ്ടാകുന്ന സ്പൈനൽ കോഡിന് ഉണ്ടാകുന്ന ഡാമേജാണ്. അഥവാ ബ്രെയിനുമായിട്ട് ന്യൂറൽ ഡിസീസസ് ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിസേബിളിംഗ് ഡിസീസസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന പ്രശ്നമാണ്. റുമാറ്റോയിഡ് ആൻഡ്രൈറ്റിസ് എന്നുള്ള എന്താ? ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീര് വരിക. ഡിസോർഡർ എഫക്റ്റിംഗ് മെനി ജോയിൻറ്റ്സ് ഇൻക്ലൂഡ് ദോസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്. എന്നാൽ ജോയിൻസസിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാകുന്നതിനാണ് റുമാറ്റോയിഡ് ആൻഡ്രൈറ്റിസ് എന്ന് പറയുന്നത്. ജോയിൻസസിൽ നീര് വന്ന് കുഴപ്പമാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ആൻഡ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചതാണ്. ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ സിസ്റ്റം നമ്മുടെ ബോഡിക്കെതിരെ തന്നെ വർക്ക് ചെയ്യുന്ന അവസ്ഥ വരുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ്. ഇപ്പോൾ കൊറോണേൻ്റെ കേസിൽ ഇമ്മ്യൂണിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നവും അതുതന്നെയാണ്. ഓക്കെ, സ്ക്ലീറോഡെർമ പറയുന്നത് എന്താ? ഇതും ഒരു ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസീസാണ്. ലോങ് ലാസ്റ്റിംഗ് ഡിസീസ് ദാറ്റ് എഫക്റ്റ് യുവർ സ്കിൻ, കണക്റ്റീവ് ടിഷ്യൂ, ഇന്റേണൽ ഓർഗൻ. ഇറ്റ് ഹാപ്പൻ വെൻ ഇമ്മ്യൂണോ സിസ്റ്റം കോസ് യുവർ ബോഡി ടു മേക്ക് ടു മച്ച് ഓഫ് പ്രോട്ടീൻ കോയാഗുലേഷൻ. ഇതും ഇമ്മ്യൂണോ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. കേട്ടോ, അത് ഡർമ എന്ന് പറഞ്ഞാൽ എന്താ? ഡർമ പറഞ്ഞാൽ സ്കിന്നാണ്. പറഞ്ഞാൽ സ്കിന്നുമായി ബന്ധപ്പെട്ടുള്ള പഠനശാഖേനെ പറയുന്നതാണ്. സ്കിന്നിന് ഇമ്മ്യൂണിറ്റി പവർ വരുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് മീസോസ്ഫിയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിലാണ്, കറക്റ്റാണ്, സംശയമില്ല. മെട്രോയിഡ്സ് ബേൺ ചെയ്യുന്നതും അതും കറക്റ്റാണ്. തേർഡ് ലെയറുമാണ്, കറക്റ്റാണ്. ഇൻ ദിസ് ലെയർ ടെമ്പറേച്ചർ റൈസസ് വെരി റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്, ഇത് തെറ്റാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അറ്റ്മോസ്ഫിയറിലെ കോമ്പോസിഷനിൽ നമുക്കിതിൽ നൈട്രജൻ്റെ പ്രസൻസ് എത്രയാണ്?
78.09% ആണ്. 78.09% നൈട്രജൻ ആണ് അറ്റ്മോസ്ഫിയറിക്കിൽ കാണുന്നത്. ഓക്സിജൻ എത്ര? 20%, 20.95% ആണ് ഓക്സിജൻ ഉള്ളത് അറ്റ്മോസ്ഫിയറിൽ കേട്ടോ. ഓർഗൺ എത്ര? 0.93%. പിന്നെ അതർ ഗ്യാസസ് 0.03%. എയർ പ്രഷർ. ഓക്കെ, ഇനി ഇതിൻ്റെ ലെയർ അടിസ്ഥാന ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ ഏതാ? സ്ട്രാറ്റോസ്ഫിയർ. അതിൻ്റെ മുകളിൽ ഏതാ? മീസോസ്ഫിയർ. അതിൻ്റെ മുകളിൽ അയണോസ്ഫിയർ. പിന്നെ ഏറ്റവും പുറത്ത് എക്സോസ്ഫിയർ എന്നതിലാണ്. അല്ല, ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ പോളിലും അതേപോലെ 18 കിലോമീറ്റർ ഇക്വേറ്ററിലുമാണ്. ആണെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് നമ്മളെ പോള് എന്ന് പറയുക. തിരിയുന്ന സാധനമാണ്. ഇതാണ് ഇക്വേറ്റർ. കിലോമീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ റേഞ്ച്. ഇക്വേറ്റർ 18ഉം പോളിൻ്റെ സൈഡിൽ നിന്ന് എത്രയാണ്? പോളിൻ്റെ സൈഡിൽ നിന്നിട്ട് 8ഉം 18ഉമാണ്. പക്ഷെ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ലെയറായിട്ട് കാണപ്പെടുന്നതല്ല. ടെമ്പറേച്ചർ വേരിയേഷൻ ശരിക്കും ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് നമുക്ക് എക്സാമിന് പാടില്ല. പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഇമ്പ്രൂവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എയറിൻ്റെ ബേസിസിലാണ്. ടെമ്പറേച്ചർ വിത്ത് ഹൈറ്റ് എങ്ങനെയാണ്? ഇത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. 1000 മീറ്റർ അഥവാ 1 കിലോമീറ്റർ ആവുമ്പോൾ എത്രയായിട്ട് കുറയും? 6.5 ഡിഗ്രി ആയിട്ട് കുറയും. 6.5 ഡിഗ്രി ആയിട്ട് കുറയും. അതാണ് ഈസ് കോൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. അതിനാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് 6.5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരും. അതാണ് പറയുന്നത്. അതേപോലെ അപ്പർ ലിമിറ്റും അഥവാ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും കൂടി ജോയിൻ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ. ദ അപ്പർ ലിമിറ്റ് ഓഫ് ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോസ്ഫോസ് വിച്ച് അബൌട്ട് 1.5 കിലോമീറ്റേഴ്സ് ആണുള്ളത്. Troposphere is the layer separated troposphere stratosphere. The troposphere and stratosphere generally decreases high. Okay, വേണ്ട. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എവിടെയാണ്? ഹൈറ്റിലും അതേപോലെ പോൾസിലും അതേപോലെ 18 കിലോമീറ്റർ ഇക്വേറ്റർ. പിന്നെ ഓരോ കിലോമീറ്റർ കൂടുന്തോറും എത്രയാണ് 1.6 കുറയുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിലാണ് മെയിനായിട്ട് ഓസോൺ ഉള്ളത്. ഓസോണിൻ്റെ പ്രസൻസ് സ്ട്രാറ്റോസ്ഫിയറിലാണുള്ളത്. ഓൾമോസ്റ്റ് ഉണ്ടോ 15 to 35 കിലോമീറ്റർ എബോവിലാണ് എർത്ത് സർഫസിലുള്ളത്. മെയിൻ എയിം എന്താ? അൾട്രാവയലറ്റ് റേഡിയേഷനെ തടയുക എന്നുള്ളതാണ്. അതേമാതിരി സ്ട്രാറ്റോസ്ഫിയറും അതിൻ്റെ മുകളിലത്തെ ലെയറായിട്ട് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. പിന്നെ ജെറ്റ് എയർക്രാഫ്റ്റ് ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ലെവലിൽ കൂടെ പറന്നു പോകും. അതാണ് ഇതിൻ്റെ ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് കണ്ടക്റ്റീവ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെത്ര 50 കിലോമീറ്റർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. 50 കിലോമീറ്റർ. The stratosphere is more or less devoid of major weather phenomena, but there is a circulation visible wind, cirrus cloud in the lower part. ചെറിയ ക്ലൗഡ്സസ് ഒക്കെ ഇതിൽ പറഞ്ഞു പോകും. ട്രോപ്പോസ്ഫിയർ ഇവിടെയാണ്. ഇതിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ ഇവിടെയാണ്. ഇത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ അത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ലെയറിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റോഫോസ്. എന്താണ്? സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ലെയറിനെ പറയുന്നതാണ് സ്ട്രാറ്റോഫോസ്. ഓക്കെ, അൾട്രാവയലറ്റ് തരയുള്ള ഓസോണ് ഇവിടെയാണ് കണ്ടുവരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് ലെയറാണ്. എവിടെ മുതൽ 50 to 90 കിലോമീറ്റർ വരെയാണ്. 50 to 90 കിലോമീറ്റർ വരെയാണ്.
ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. എത്രയാ 80 ഡിഗ്രി സെൽഷ്യസ് അറ്റ് ദ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ് നോക്കുകയാണെങ്കിൽ 90 വരെയുള്ളതിൻ്റെ കേസിൽ ആണ് -80 ഡിഗ്രി സെൽഷ്യസ്. കോൾഡസ്റ്റ് ലെയറാണ്, കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ ആണ് കോൾഡസ്റ്റ് ലെയർ. അപ്പർ ലിമിറ്റ് ഈസ് കോൾഡ് മോണോപോസ് ആണല്ലേ. ഏത് മുകളിലത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൻ്റെ കൂടെ എന്താണ് ഒരു പോസ് ചേർത്ത് കൊടുത്താൽ സാധനമായി. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മെറ്ററോയിഡ്സ് ബേൺ ചെയ്യുന്നത് ഇവിടെയാണ്. മെറ്ററോയിഡ്സ് ബേൺ ചെയ്യുന്നത്, ഉൽക്കകളൊക്കെ ബേൺ ചെയ്യുന്നത് മീസോസ്ഫിയറിലാണ്. തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും, അപ്പോൾ അയോണൈസ് ചെയ്യും ഏത് അവിടുത്തെ എയർ. അപ്പോൾ അതിലൂടെ റേഡിയോ പ്രക്ഷേപണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാൻ കഴിയും. അത് മീറ്റർ ടു 640 കിലോമീറ്റർ എബോവിലാണ് സാധനം കിടക്കുന്നത് തെർമോസ്ഫിയർ. അതിന് അയണോസ്ഫിയർ എന്ന് പറയും. അയണോസ്ഫിയർ എന്ന് പറയും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അത് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ റേഡിയോ പ്രക്ഷേപണത്തിന് നല്ല യൂസ്ഫുള്ളായ സ്ഥലമാണ്. അതേപോലെ ഇതിന് ഡി ലെയർ, ഇ ലെയർ, എഫ് ലെയർ, ജി ലെയർ. ഡി ലെയർ, ഇ ലെയർ, എഫ് ലെയർ ഉണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എക്സോസ്ഫിയർ, ഏറ്റവും പുറത്തുള്ള സാധനമാണ് എക്സോസ്ഫിയർ. ഔട്ടർ മോസ്റ്റ് ലെയറാണ്. വെരി ലോ ടെമ്പറേച്ചർ. ഓക്കെ, ഡെൻസിറ്റി ഈസ് വെരി ലോ ആൻഡ് ടെമ്പറേച്ചർ ബിക്കം ഇത്രയും വലുതാണ്. 5-8 വരെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ ഉള്ളത്. ഔട്ടർ സ്പേസ് ഏകദേശം ഇതിലുള്ളതാണ്. ലൈറ്റ് ഗ്യാസ് ലൈക്ക് ഹീലിയം, ഹൈഡ്രജൻ ഫ്ലോട്ട് ഇൻ ടു ദ സ്പേസ്. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ബെസ്റ്റ്? ഓക്കെ, ഇറ്റ്സ് നോൺ ആസ് Indian National Congress. Indian National Congress has Goliva Tank Maiden Bombay during the Quit India movement. Aruna Asif Ali. Aruna Asif Ali is the best known hoist of Indian National Congress flag at the Goliva Tank Maiden in Bombay. ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫ്ലാഗ് ഗൊലിവ ടാങ്കിൽ ബോംബെയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഹോസ്റ്റ് ചെയ്തത് അഥവാ ഉയർത്തിയത് ആരാണ്? അരുണ ആസിഫ് ആണ്. ആസിഫ് അലി, അരുണ ആസിഫ് അലി, അരുണ ആസിഫ് അലി. ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇവരെ ഈ 4 പേരെ പറ്റിയിട്ടും നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകാം. ഓക്കെ, 4 പേരും. കനകൽട്ട ബറുവ, കൽട്ട ബനുവ. കനകൽട്ട ബനുവ എന്ന് പറയുന്ന ആരാണ്? ബീർബല എന്നറിയപ്പെടുന്നു. ബീർബല്ല എന്നറിയപ്പെടും. ആസാമുകാരിയാണ്. ഈ ആസാമിലെ ഉണ്ടോ, ആസാമിലെ ഫ്രീഡം ഫൈറ്ററാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്താണ് നമ്മൾ. അതാണ് ഇത് മുംബൈയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ INCയുടെ ഫ്ലാഗ് ഉയർത്തലായിരുന്നു അതിൽ. അതേപോലെ അതാണ് മെയിനായിട്ട് ഇവരായിട്ടുള്ള ബന്ധമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിക്കേണ്ട അവസ്ഥയും വന്നുപോയി അതിന് ശേഷം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ബീർബല. അതേപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഏത് വർഷം? 42 ഫ്ലാഗ് ഉയർത്തിയത്. ആദ്യമായിട്ട് ഫ്ലാഗ് ഉയർത്തിയത് ആസാമുകാരിയാണ് കനകൽട്ട ബറുവ. ലക്ഷ്മി സിംഗൽ. ലക്ഷ്മി സിംഗൽ എന്ന് പറയുന്നതാണ് അടുത്ത പേഴ്സണാലിറ്റി. ഇന്ത്യൻ ആർമി ഓഫീസറായിരുന്നു എന്നറിയപ്പെടും. ഫോമർ ഇന്ത്യൻ ആർമി ഓഫീസറായിരുന്നു ലക്ഷ്മി സിംഗൽ. നേതാജി സുഭാഷ് ചന്ദ്ര ബോസുമായിട്ട് ഭയങ്കര. അതേപോലെ ചാർജ് എസ്റ്റാബ്ലിഷിംഗ് ലീഡിംഗ് ആൻഡ് ദ ജാൻസി റെജിമെൻ്റ് ആയിരുന്നു മെയിനായിട്ട്. പിന്നീട് ബർമ പ്രിസണറായിട്ട് വേൾഡ് വാറിൽ വന്നു. ഓക്കെ, വേൾഡ് വാറിൽ വന്നു ലക്ഷ്മി. പിന്നാണ് ബിക്കാജി
കറക്റ്റാണോ എന്നറിയില്ല. ബൈക്കാജി ബി കാമ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൽ അതൊന്ന് 24 സെപ്റ്റംബറിലാണ് വന്നിരിക്കുന്നത്. പാഴ്സി വംശജരാണ്, മുംബൈക്കാരിയാണ്, മുംബൈ അഥവാ ബോംബെക്കാരിയായിരുന്നു. അതേപോലെ ടോക്കിംഗ് അബൌട്ട് ദ ഫ്രീഡം ഫൈറ്റർ, ഷീ കം ഫ്രം ദ ഗുഡ് ഫാമിലി, ഹർ ഫാദർ. ഇതൊന്നും ഫാദറും മദറും ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പാഴ്സി ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ബിക്കാജി കമ്മ എന്ന് പറയുന്നത്. ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ അത് ആയിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ്റെ ഫ്ലാഗ് ജർമ്മനിയിൽ, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ജർമ്മനിയിൽ ഹോസ്റ്റ് ചെയ്യാൻ ഉള്ള ചെയ്തിരിക്കുന്നത് ബിക്കാജി കാമ. ജർമ്മനിയിൽ 1907 ഹോസ്റ്റ് ചെയ്തിരിക്കാൻ സഹായിച്ചിരുന്നത് ബിക്കാജി. പിന്നെ അടുത്തതാണ് അടുത്ത പേഴ്സണാലിറ്റി നമ്മുടെ അരുണ ആസിഫ് അലി. ഓൾഡ് ലേഡി, ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്, ലേഡി ഓഫ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത് ഇവരാണ്. അതേപോലെ നേരത്തെ തന്നെ ക്വസ്റ്റ്യനിൽ കണ്ട ഇന്ത്യൻ ഫ്ലാഗ് അറ്റ് ദ ഗോലിവ ടാങ്ക് മെയ്ഡൻ, ക്വസ്റ്റ്യനിൽ കണ്ട അതേ സംഭവം. ഗോലിവ ടാങ്കിൽ അഥവാ ബോംബെയിൽ ആദ്യമായിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരാണ്. ഇന്ത്യൻ നാഷണൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ആസിഫ് അലി. ഓക്കെ. ഇൻ പ്രൊട്ടക്ഷൻ ഓഫ് സിങ്ക് കോട്ടിംഗ് അപ്ലൈഡ് അയൺ ടു പ്രിവെൻറ്റ് റസ്റ്റ് ഗാൽവനൈസേഷൻ. അപ്പോൾ ഒരു സിങ്ക് ഒരു മെറ്റലുണ്ട്, ഒരു മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു മെറ്റൽ അടിക്കുക, അത് തുരുമ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിങ്ക് അയണിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ഈ സിങ്ക് കൊറോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അയണ് എന്തെങ്കിലും ആവുള്ളൂ. അതുകൊണ്ട് ആ പ്രോസസ്സിനാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഹു ഇൻട്രൊഡ്യൂസ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് ഡൽഹൌസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ വൈസ് റോയ്സസിനെ പറ്റി ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോർഡ് കാനിങ് ഏത് കാലം വരെയാണ്? 1856 മുതൽ 1860. ലോർഡ് കാനിങ് ആയിരുന്നു 1857 ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ. ഇദ്ദേഹമാണ്. ലോർഡ് കാനിങ്ങിൻ്റെ സമയത്താണ് കൽക്കട്ട, ബോംബെ എന്ന സ്ഥലങ്ങളിൽ 1857 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. കൽക്കട്ടയിലും യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ലോർഡ് കാനിങ്ങാണ്. ലോർഡ് കാനിങ്ങിൻ്റെ ഇമേജാണിത്. അതേപോലെ അബോളിഷൻ ട്രാൻസ്ഫർ കൺട്രോൾ ഓഫ് ക്രൗൺ റൂൾ ഇൻ 1858. 1861 കാനിങ്ങിൻ്റെ പീരീഡിലാണ് നടന്നത്. പിന്നെ അടുത്തതാണ് ലോർഡ് ഡൽഹൌസിൻ്റെ പീരീഡ് എത്രയാണ്? 1848 ടു 1856 വരെ ഡൽഹൌസി. അതിന് സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാർ 1848 ടു 49 കാലഘട്ടത്തിലായിരുന്നു. പിന്നെ ബർമ അനാക്സ് ചെയ്തിരിക്കുന്നത് 1952 ബർമേൻ്റെ ഇപ്പോഴത്തെ പേരെന്താ? മ്യാൻമർ. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാബ് കണ്ടത് ആരാണ്? ഡൽഹൌസി. വുഡ്സ് ഡിസ്പാച്ച് കമ്മീഷൻ 1854 വുഡ്സ് ഡിസ്പാച്ച് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡൽഹൌസിയാണ്. ലേയിങ് റെയിൽവേ ലൈൻ കണക്റ്റിംഗ് ബോംബെ ആൻഡ് തെയ്ൻ, ബോംബെയും തെയ്നും തമ്മിലുള്ള
ട്രെയിന് ലൈന് കണക്ട് ചെയ്തിരിക്കുന്നത് 1853 1853 ഫസ്റ്റ് റെയിൽവേ കൊണ്ടുവന്നിരിക്കുന്നത്. ഡൽഹൌസിൻ്റെ ആയിരുന്നു. PWD എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതും ഡൽഹൌസിയാണ്. ഡൽഹൌസി. അടുത്ത പേഴ്സണാലിറ്റിയാണ് ലോർഡ് വെല്ലസ്ലി. ലോർഡ് വെല്ലസ്ലി 1798 ടു 1805 വരെയാണ് ഉണ്ടായിരുന്നത്. സബ്സിഡറി അലയൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലിയുടെ 98 കാലഘട്ടത്തിൽ. ഫോർത്ത് മൈസൂർ വാർ 1799 ഫോർത്ത് മൈസൂർ വാർ. സെക്കൻഡ് മറാത്ത വാർ 1803 ടു 1805 മറാത്ത വാർ. ലോർഡ് ലിണ്ടൺ അടുത്ത പേഴ്സണാലിറ്റിയാണ്. ലോർഡ് ലിണ്ടൺ വർണാക്കുലാർ ആക്ട് 1878 വർണാക്കുലാർ പ്രസ് ആക്ട്. എന്താണ് സംഭവം? നമ്മൾ ഇപ്പോൾ മലയാളിക്ക് ഹിന്ദു ഒക്കെ വായിച്ചാൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ഓരോ ഭാഷയിൽ, ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭാഷയിൽ മാത്രമേ പ്രസിദ്ധീകരണങ്ങൾ നടത്താവൂ എന്നുള്ളൊരു ആക്ട്, വർണാക്കുലാർ പ്രസ് ആക്ട്. ലിട്ടണാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, എന്താണ് മറ്റേ സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞാൽ? സബ്സിഡറി അലയൻസ് വെല്ലസ്ലി കൊണ്ടുവന്നാണ്. സബ്സിഡറി അലയൻസ് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലേക്കും ഓരോ സോൾജേഴ്സ് ഗ്രൂപ്പ്സിനെ. അപ്പോൾ എന്താണ്, അങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ് സബ്സിഡറി അലയൻസ്. ഫോർ എക്സാമ്പിൾ, ബംഗാളിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് അവിടെ തമ്പടിച്ചു. പിന്നെ അയൽ രാജ്യങ്ങൾക്ക് പറഞ്ഞ് തെറ്റിച്ചിട്ട് കുറേ പട്ടാളക്കാരെ എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ പട്ടാളക്കാരും ഉണ്ട്. അങ്ങനെ ആ സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ബ്രിട്ടീഷുകാരെ കയ്യിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നീട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എക്സ്പെൻസ് കുറയും ചെയ്യും. അധികം ഒരു സേനേനെ തീറ്റിപ്പോറ്റാനുള്ള കേപ്പബിലിറ്റി ഒന്നും കുറയുകയും ചെയ്യും. അത് നാട്ടുരാജ്യത്തിലുള്ള ആൾക്കാർ രാജകുമാരി കൊടുക്കും. അതാണ് സബ്സിഡറി അലയൻസസ് എന്ന് പറയുന്നത്. പിന്നെ ഡോക്ട്രിൻ ലാബ്സ് എന്ന് പറഞ്ഞാൽ ദത്തവകാശ നിരോധനം, എന്താണ് പറയുന്നത്? ദത്തവകാശ നിരോധനം എന്നൊക്കെ പറയും. പിന്നെ ആം ആക്ട് കൊണ്ടുവന്നാൽ ആം ആക്ട് 1878 ആംഡ് ആക്ട് 1878. ഇന്ത്യ അഫ്ഗാനൊക്കെ ഇന്ത്യൻ്റെ സമരത്തിൽ അഫ്ഗാനുമായിട്ട് ബന്ധമുണ്ട്, ഇല്ലാതെ. അതാണ് സെക്കൻഡ് അഫ്ഗാൻ 1878 ടു 80 വരെയാണ്. 1878 വരെ ആയിരുന്നു. ക്യൂൻ വിക്ടോറിയ കേസരി അഹിന്ദ് കൊണ്ടുവന്ന് ഇയാളെ കാലത്താണ്. ഓക്കെ, കേസരി അഹിന്ദ് കൊണ്ടുവന്ന് ഇയാളെ കാലത്താണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഡിസംബർ, ഇത് കറണ്ട് അഫയേഴ്സ് അല്ല, ഇതൊരു സ്റ്റാറ്റിക് ഫാക്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഫീമെയിൽ പൈലറ്റ് ഓഫ് ഇന്ത്യൻ നേവി, ഫസ്റ്റ് ഫീമെയിൽ പൈലറ്റ് ഓഫ് ഇന്ത്യ ശിവാംഗിയാണ്. ഏരിയൽ വാൾ ഓഫ് ഹ്യൂമൻ ഹാർട്ട് secretes very important peptide hormone which known as ANF എന്നാണ് പറയുക. ANF ഏരിയൽ വാളിൽ നിന്നിട്ട് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. പെപ്റ്റൈഡ് ഹോർമോൺ, അതിൻ്റെ പേരെന്താ? ANF. ഇനി നമ്മൾ ഇതിൻ്റെ നമുക്ക് 3 ടൈപ്പ് പെപ്റ്റൈഡ് ഹോർമോൺസസ് ഉണ്ട്. ഒന്ന് കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നതുണ്ട്, ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്നതുണ്ട്, അതേപോലെ ഗ്യാസ്ട്രോ അഥവാ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തുനിന്ന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 3 പഠിക്കണം. ഇത് വളരെ റയറായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൾസോ ഇറ്റ് ഈസ് വെരി ടഫ്. ചില പേരുകൾ വായിക്കാറില്ല. ആർട്ടീരിയൽ ന്യൂറോട്ടിക് ഫാക്ടർ എന്ന് പറയും. ആർട്ടീരിയർ ന്യൂറോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ ആർട്ടീരിയർ ന്യൂറോട്ടിക് പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഹാർട്ടിൻ്റെ വാള് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, കാർഡിയാക് സെൽസസ്. അത് എന്തിനു വേണ്ടിയുള്ളതാ? അത് ബ്ലഡ് പ്രഷറൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എന്താണ് അതിൻ്റെ പേര്? ANF. ANFൻ്റെ ഫുൾ ഫോം എന്താ?
ആർട്ടീരിയൽ ന്യൂറോട്ടിക് ന്യൂററ്റിക് ഫാക്ടർ എന്ന് പറയും. ഓക്കെ, പ്രൊണൗൺസിയേഷനിൽ തെറ്റ് വരാം, ജസ്റ്റ് ലുക്ക് PPT എന്നേ പറയുന്നുള്ളൂ. ആർട്ടീരിയൽ ന്യൂറോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പെപ്റ്റൈഡ് എന്നും പറയും. ANF എന്ന് പറയുന്നത് അപ്പോൾ സെക്രീറ്റ് ചെയ്യുന്നത് ഹാർട്ടാണ്, ഹാർട്ടിലെ കാർഡിയാക് സെൽസസ് ആണ്, നിയന്ത്രിക്കാനാണ്. പിന്നെ കിഡ്നിയിൽ നിന്ന് വരുന്നത് എറിത്രോപ്രോട്ടീൻ എന്ന് പറയുന്നത് കിഡ്നീൻ്റെ ഒരു ഹോർമോണാണ്. എറിത്രോപ്രോട്ടീൻ അതിൻ്റെ വേറൊരു പേരാണ് ഹീമോപ്രോട്ടീൻ എന്ന് പറയുന്നത്, പെപ്റ്റൈഡ് ഹോർമോണാണ്. നോൺ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അല്ലാത്ത എൻഡോക്രൈൻ അടുത്തതിൽ ഡിസ്കസ് ചെയ്യും. ഇത് നോൺ എൻഡോക്രൈൻ ആയിട്ടുള്ള പ്രോട്ടീൻസസ് ആണ്. എറിത്രോപ്രോട്ടീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ANF അഥവാ ANF ആർട്ടീരിയൽ ന്യൂറോട്ടിക് ഫാക്ടർ എന്ന് പറയുന്ന ന്യൂറോട്ടിക് ഏതാണ്, അല്ലെങ്കിൽ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെയാണ്. ANF എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനുള്ളതാണ്. ഇതെന്തിനുള്ളതാ? ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ജക്സ്റ്റാഗ്ലോമുറുലാ സെല്ലാണ്. സെക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയിലുള്ള ഒരു സാധനമാണ് ജക്സ്റ്റാഗ്ലോമുറുലാ സെൽ. പ്രൊഡക്ഷൻ ഓഫ് RBC ഇൻ ബോൺ മാരോ ഇൻ ദ ബോൺ. ഓക്കെ, ഇതെന്താ RBC പ്രൊഡക്ഷന് ബോൺ മാരോയിൽ കൂട്ടാനും അതേപോലെ ട്രിഗർ ചെയ്യാനും ഓക്സിജൻ ലെവൽ ഇൻ ദ ബ്ലഡ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർമേഷൻ ഓഫ് RBC എന്ന് പറയുന്നത് എറിത്രോപോയിസിസ് എന്ന് പറയും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എറിത്രോപ്രോട്ടീൻ ഇതിൻ്റെയാണ്, ഹീമോപ്രോട്ടീൻ എന്നും പറയും. അതെന്തിനാ ഹീമോ എന്ന് പറഞ്ഞാൽ ബ്ലഡാണ്. ജക്സ്റ്റാഗ്ലോമുറുലാ സെല്ലാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ പോലെ ഓക്സിജൻ ലെവൽ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. RBCയുടെ ഫോർമേഷൻ എന്താ പറയുക, എന്ന് പറയും. പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനിയൽ ട്രാക്റ്റിൽ സെക്രീറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോൺസസ് ആണ് ഗ്യാസ്ട്രിൻ. റിലീസ് HCl ആൻഡ് പെപ്സിനോജൻ ഫോർ ഡൈജഷൻ ആക്ടിംഗ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. HCl അതേപോലെ പെപ്സിനോജനും ഡൈജഷനെ ആക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാക്രിൻ എന്നതാ സാക്രിൻ സ്റ്റിമുലേറ്റ് എക്സോക്രൈൻ പോർഷൻ ഓഫ് പാൻക്രിയാസ് ഫോർ ആൻഡ് വാട്ടറും അതേപോലെ ബൈകാർബണേറ്റ് അയോൺസസും ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. കൊളേസൈറ്റോകൈൻ CCK ഇതിൻ്റെ ഫുൾ ഫോം എന്താ, കൊളൈസൈറ്റോകൈനിൻ എന്നുള്ള. കൊളൈസൈറ്റോകൈനിൻ എന്ന് പാൻക്രിയാസ് ആണ്, പാൻക്രിയാസിക് എൻസൈം ആൻഡ് ബൈൽ ബൈ പാൻക്രിയാസ് ആൻഡ് ഗാൾ ബ്ലാഡർ റെപ്പിറ്റഡ്ലി. പിന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഏതാ? Suggested it as a inhibitory action on gastric glands and thus inhibit the gastric. ഇത്രയും ഹോർമോൺസസ് ആണ്. ഇത് വളരെ റയർ ആയിട്ടാണ് അധികം ചോദിക്കാറുള്ളത്, പക്ഷേ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സോക്രൈൻ അല്ലാതെ പെപ്റ്റൈഡ് ഹോർമോൺസസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഗ്യാസ്ട്രിൻ്റെ HCl-ഉം സാക്കറിൻ എന്ന് പറഞ്ഞാൽ വാട്ടറും ബൈകാർബണേറ്റും സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലോറോസൈറ്റോകൈനിൻ എന്ന് പറയുന്നത് ബൈ പാൻക്രിയാസ് ആൻഡ് ഗാൾ ബ്ലാഡർ. അപ്പോൾ പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ടാക്കാനും ബൈൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഹോർമോൺസസ് ആണ്. സൈറ്റോകൈനിൻ ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറയുന്നത് എന്തിനാണ്? ദ നെയിം സജസ്റ്റഡ് ദാറ്റ് ഇറ്റ് ഇൻഹിബിറ്റ് ആക്ഷൻ ഓഫ് ഗാസ്ട്രിക് ഗ്ലാൻഡിൻ്റെ സെക്രീഷന് വേണ്ടിയിട്ട് ഉള്ള സാധനമാണ്. ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരിലുള്ള സാധനം തന്നെ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻകറക്റ്റ് പെയർ?
ഇൻകറക്റ്റ് പെയർ എന്ന് പറഞ്ഞാൽ ഇതിലേതാണ്? പെഡോളജി എന്താ? മണ്ണിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് പെഡോളജി. ആന്ത്രോപോളജി പറഞ്ഞാൽ കൾച്ചറൽ ജിയോഗ്രഫി. ആന്ത്രോപോളജി ജിയോഗ്രഫിയാണ്. ഡെമോഗ്രാഫി പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ പറ്റിയിട്ടുള്ളതാണ്. ഹൈഡ്രോളജി പറഞ്ഞാൽ ഓഷ്യൻ ഗ്രാഫിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളല്ല മണ്ണിനെ പറ്റിയുള്ള പഠനശാഖയാണ് പെഡോളജി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് 26 നവംബറാണ്. 26 നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിച്ച് ഫോറസ്റ്റ് ഈസ് ആൾസോ റെഫർ ആസ് മൺസൂൺ ഫോറസ്റ്റ്? മൺസൂൺ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഏതാ? ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റാണ്. ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റിനാണ് മൺസൂൺ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, who founded the National Statistical Institution? മെൽനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് കൽക്കട്ടയിൽ. ആരാണ്? PC മെഹൽനോബിസ്. പ്രശാന്ത് ചന്ദ്ര മെഹൽനോബിസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നാഷണൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ അണ്ടറിലാണ് വരുന്നത്. 1930 ഫോം ചെയ്തിരിക്കുന്നത്. 1931 ഫോം ചെയ്തിരിക്കുന്നത്. PC മെഹൽനോബിസ് ആണ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ തന്നെ കൊൽക്കട്ടയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൊൽക്കട്ടയിലാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ, മെഹൽനോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്നത് ഏത് 5 ഇയർ പ്ലാനിനെയാണ്? ഓക്കെ, ഏത് വർഷം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കണ്ടിന്യൂസ് ആയി വരാം. ഓക്കെ.